നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് ലോകത്തിലെ വളരെ കുറച്ചുപേർ മാത്രം വലിയ വീടും ആഡംബര കാറുകളും കോടികൾ വരുമാനമുള്ള ബിസിനസ്സുകളുമായി അതിമനോഹരമായ ഒരു ജീവിതം നയിക്കുമ്പോൾ ബാക്കിയുള്ള ഭൂരിഭാഗം ആളുകളും തങ്ങളുടെ അൻറാട ആവശ്യങ്ങൾക്കു വേണ്ടി രാവും പകലും കഷ്ടപ്പെടുന്നത്? അവർക്ക് നമ്മളെക്കാൾ കഴിവ് കൂടുതലുള്ളതുകൊണ്ടാണോ, അതോ അവർക്ക് ഭാഗ്യം കൂടുതലുള്ളതുകൊണ്ടാണോ? ഒരു നിമിഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുക. വർഷങ്ങളായി നിങ്ങളൊരു വലിയ സ്വപ്നം മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ടാകാം. ചിലപ്പോൾ അതൊരു സ്വന്തം വീടാകാം, കടങ്ങളില്ലാത്തൊരു ജീവിതമാകാം, അല്ലെങ്കിൽ ആഗ്രഹിച്ച ഒരു ജോലിയോ ബിസിനസ്സോ ആകാം. ഇതിനുവേണ്ടി നിങ്ങൾ എത്രത്തോളം കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്? എന്നിട്ടും എന്തുകൊണ്ടാണ് ആ സ്വപ്നം ഇപ്പോഴും നിങ്ങളിൽ നിന്നും അകന്നു തന്നെ നിൽക്കുന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കേവലം ഭാഗ്യമോ വിദ്യാഭ്യാസമോ പാരമ്പര്യമോ അല്ല. അതിനു പിന്നിൽ അതിശക്തമായ മറ്റൊരു രഹസ്യമുണ്ട്. നമ്മുടെ ചുറ്റുപാടും നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കഠിനാധ്വാനം ചെയ്യുന്ന മനുഷ്യരെയാണ്. രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോയി വൈകുന്നേരം തിരികെ വരുന്ന ലക്ഷക്കണക്കിന് ആളുകൾ. അവരെല്ലാവരും ആഗ്രഹിക്കുന്നത് സാമ്പത്തിക സ്വാതന്ത്ര്യവും സന്തോഷവുമാണ്. എന്നാൽ അവരിൽ എത്ര പേർക്കത് ലഭിക്കുന്നുണ്ട്? വളരെ ചുരുക്കം ചിലർക്ക് മാത്രം. ബാക്കിയുള്ളവർ ഒരു ശരാശരി ജീവിതം നയിച്ച് കാലയളവ് അവസാനിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോഴാണ് നാം ആ വലിയ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത്. ലോകത്തിലെ വെറും 3% ആളുകൾ മാത്രമാണ് തങ്ങൾ ആഗ്രഹിച്ച ആ വലിയ സ്വപ്നങ്ങളെല്ലാം സ്വന്തമാക്കിയിട്ടുള്ളത്. ബാക്കി 97% ആളുകളും ഈ 3% ആളുകൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അവരുടെ സംവിധാനങ്ങൾക്ക് കീഴിലോ ആണ് ജോലി ചെയ്യുന്നത്. ഈ 3% ആളുകൾക്ക് മാത്രം എങ്ങനെയാണ് ഇത്ര വലിയ വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നത്? അവർക്ക് മാത്രം എങ്ങനെയാണ് പണവും പ്രശസ്തിയും അധികാരവും എളുപ്പത്തിൽ ലഭിക്കുന്നത്? ഇതിനുള്ള പ്രധാന കാരണം അവർ അവരുടെ ഉപബോധമനസ്സിന്റെ ശക്തി തിരിച്ചറിഞ്ഞു എന്നതാണ്. നമ്മുടെ മനസ്സിന് പ്രധാനമായും 2 ഭാഗങ്ങളാണുള്ളത്: ബോധമനസ്സും ഉപബോധമനസ്സും. നാം ദിവസവും ചിന്തിക്കുന്നതും തീരുമാനങ്ങളെടുക്കുന്നതും ബോധമനസ്സുപയോഗിച്ചാണ്. എന്നാൽ നമ്മുടെ ശീലങ്ങളെയും സ്വഭാവങ്ങളെയും നമ്മുടെ ജീവിതത്തിന്റെ ഗതിയെത്തന്നെയും നിയന്ത്രിക്കുന്നത് ഈ ഉപബോധ മനസ്സാണ്. ഒരു വലിയ ഐസ്ബർഗ് പോലെയാണ് നമ്മുടെ മനസ്സ്. വെള്ളത്തിന് മുകളിൽ കാണുന്ന ചെറിയ ഭാഗം മാത്രമാണ് ബോധമനസ്സ്. എന്നാൽ വെള്ളത്തിനടിയിൽ ഒളിഞ്ഞുകിടക്കുന്ന കാണാൻ കഴിയാത്ത അത്രയും വലിയ ഭാഗമാണ് ഉപബോധ മനസ്സ്. ലോകത്തിലെ ഈ 3% ആളുകൾ പ്രപഞ്ചത്തിന്റെ ഒരു പ്രധാന നിയമം കൃത്യമായി മനസ്സിലാക്കുകയും അവരുടെ ഉപബോധ മനസ്സിനെ അതിനനുസരിച്ച് പരിശീലിപ്പിക്കുകയും ചെയ്തവരാണ്. അവർ തങ്ങളുടെ ഉപബോധ മനസ്സിൽ വിജയത്തിന്റെ വിത്തുകൾ പാകി അത് യാഥാർത്ഥ്യമാകുന്നതുവരെ അതിന് വെള്ളവും വളവും നൽകി സംരക്ഷിച്ചു. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്നവയാണ്. അതിനാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. നാം ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ഊർജ്ജത്താൽ നിർമ്മിതമാണ്. നിങ്ങൾ ഈ ലോകത്ത് കാണുന്ന എല്ലാം, അത് മനുഷ്യരാകട്ടെ, മൃഗങ്ങളാകട്ടെ, മരങ്ങളാകട്ടെ, നിങ്ങളുടെ ചിന്തകളാകട്ടെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങളാകട്ടെ, എന്തിനു പറയുന്നു, പണം പോലും ഊർജ്ജമാണ്. ശാസ്ത്രം വളരെ വ്യക്തമായി തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമാണിത്. ഖരരൂപത്തിലുള്ള ഒരു വസ്തുവിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ അതിനുള്ളിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ആറ്റങ്ങളെയും ഇലക്ട്രോണുകളെയും കാണാൻ സാധിക്കും. അതായത് ലോകത്തിലുള്ളതെല്ലാം എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഊർജ്ജമായതുകൊണ്ട് തന്നെ ഇവയെല്ലാം പ്രവർത്തിക്കുന്നത് ഒരു പ്രത്യേക ഫ്രീക്വൻസിയിലാണ്. ഒരു റേഡിയോയിൽ നമുക്ക് വേണ്ട പാട്ട് കേൾക്കാൻ അതിന്റെ ഫ്രീക്വൻസി കൃത്യമായി ട്യൂൺ ചെയ്യുന്നതുപോലെയാണ് നമ്മുടെ ജീവിതവും ലക്ഷ്യങ്ങളും. നിങ്ങൾ റേഡിയോയിൽ ഒരു പ്രത്യേക ഫ്രീക്വൻസി ട്യൂൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ചാനലിലെ കാര്യങ്ങൾ മാത്രമേ കേൾക്കാൻ സാധിക്കൂ. നിങ്ങൾക്ക് മറ്റൊരു ചാനൽ കേൾക്കണമെങ്കിൽ നിങ്ങൾ ആ ഫ്രീക്വൻസിയിലേക്ക് തന്നെ മാറ്റണം. അതുപോലെയാണ് നമ്മുടെ ജീവിതവും. നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതവും ചിന്തകളും ഒരു പ്രത്യേക ഫ്രീക്വൻസിയിലാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ സങ്കടങ്ങൾ, കടങ്ങൾ, ജോലിയില്ലായ്മ, ദേഷ്യം, നിരാശ ഇതെല്ലാം താഴ്ന്ന ഫ്രീക്വൻസിയിലുള്ള കാര്യങ്ങളാണ്. എന്നാൽ നിങ്ങളുടെ വലിയ ലക്ഷ്യങ്ങൾ, അതായത് ഉയർന്ന ശമ്പളമുള്ള ജോലി, സ്വന്തം ബിസിനസ്, സാമ്പത്തിക സ്വാതന്ത്ര്യം, സന്തോഷം എന്നിവയെല്ലാം ഇതിനേക്കാൾ ഉയർന്ന മറ്റൊരു ഫ്രീക്വൻസിയിലാണുള്ളത്. നിങ്ങളിപ്പോൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: താഴ്ന്ന ഫ്രീക്വൻസിയിലുള്ള ചിന്തകളും പ്രവൃത്തികളുമായി നിങ്ങൾക്കൊരിക്കലും ഉയർന്ന ഫ്രീക്വൻസിയിലുള്ള ലക്ഷ്യങ്ങൾ നേടാൻ കഴിയില്ല. നിരാശയും സങ്കടവും പരാതികളും നിറഞ്ഞ ഒരു മനസ്സുമായി നിങ്ങൾക്കൊരിക്കലും വിജയവും സന്തോഷവും പണവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാൻ കഴിയില്ല. കാരണം അവ രണ്ടും 2 വ്യത്യസ്ത ഫ്രീക്വൻസികളിലാണ്. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ജീവിതത്തിലേക്ക് ആകർഷിക്കാൻ നിങ്ങളുടെ ചിന്തകളെയും പ്രവൃത്തികളെയും ആ ലക്ഷ്യത്തിന്റെ അതേ ഫ്രീക്വൻസിയിലേക്ക് ഉയർത്തണം. ഇത് പറയാൻ എളുപ്പമാണെങ്കിലും പ്രാവർത്തികമാക്കാൻ പലർക്കും കഴിയാറില്ല. കാരണം അവർ എപ്പോഴും അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കും. എന്റെ കയ്യിൽ പണമില്ല, എനിക്ക് നല്ലൊരു ജോലിയില്ല, എന്നെ ആർക്കും ഇഷ്ടമല്ല എന്ന് നിരന്തരം ചിന്തിക്കുമ്പോൾ നിങ്ങൾ വീണ്ടും ആ താഴ്ന്ന ഫ്രീക്വൻസിയിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് നിങ്ങൾ ആരാകാൻ ആഗ്രഹിക്കുന്നുവോ ആ വ്യക്തിയെപ്പോലെ ജീവിച്ചു തുടങ്ങുക എന്നതാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നത് നിർത്തുക. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇപ്പോൾ പണമില്ലായിരിക്കാം, നിങ്ങൾക്ക് ഇപ്പോൾ വലിയൊരു വീടില്ലായിരിക്കാം. എന്നാൽ അതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ
ആ വലിയ ലക്ഷ്യം നേടിയ ഒരാൾ എങ്ങനെയായിരിക്കുമോ അതുപോലെ ചിന്തിക്കാനും സംസാരിക്കാനും പെരുമാറാനും തുടങ്ങുക. ഇത് വളരെ ശക്തമായ ഒരു മാനസിക പ്രക്രിയയാണ്. നിങ്ങളൊരു വലിയ കമ്പനിയുടെ തലവനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്നു മുതൽ അങ്ങനെ ഒരാൾ എങ്ങനെയാണോ ചിന്തിക്കുന്നത്, തീരുമാനങ്ങൾ എടുക്കുന്നത്, മറ്റുള്ളവരോട് സംസാരിക്കുന്നത്, അതുപോലെ നിങ്ങളും പെരുമാറിത്തുടങ്ങുക. നിങ്ങളുടെ ദിവസേനയുള്ള ശീലങ്ങൾ മാറ്റുക. രാവിലെ എഴുന്നേൽക്കുന്ന സമയം, നിങ്ങൾ വായിക്കുന്ന പുസ്തകങ്ങൾ, നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ എന്നിവയെല്ലാം വിജയത്തിലെത്തിയ ഒരു വ്യക്തിയുടേതുപോലെ മാറ്റുക. കൂട്ടുകാരോടുള്ള സംസാരരീതിയിൽ മാറ്റം വരുത്തുക. എപ്പോഴും പരാതി പറയുന്നതിനു പകരം ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ചും വിജയങ്ങളെക്കുറിച്ചും ആവേശത്തോടെ സംസാരിക്കുക. സോഷ്യൽ മീഡിയ ഉപയോഗം പോലും നിങ്ങളുടെ ലക്ഷ്യത്തിന് അനുയോജ്യമായ രീതിയിൽ മാറ്റുക. നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന, നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം കാണുകയും കേൾക്കുകയും ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ തലച്ചോറിന് പഴയ കാര്യങ്ങളും പുതിയ കാര്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയില്ല. നിങ്ങൾ പുതിയതായി ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് സത്യമാണെന്ന് വിശ്വസിക്കാൻ തുടങ്ങും. അപ്പോൾ നിങ്ങളുടെ ഫ്രീക്വൻസി പതിയെ ആ വലിയ ലക്ഷ്യത്തിന്റെ ഫ്രീക്വൻസിയിലേക്ക് മാറാൻ തുടങ്ങും. നിങ്ങൾക്ക് ഈ ആശയങ്ങൾ മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തിലെ വ്യക്തിയെപ്പോലെ ജീവിച്ചു തുടങ്ങുമ്പോൾ വളരെ അത്ഭുതകരമായ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റീവ് ചിന്തകളും പരിമിതികളും തകർന്നടിയാൻ തുടങ്ങും. ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്, എനിക്കിതൊന്നും നേടാൻ കഴിയില്ല, എന്റെ പശ്ചാത്തലം മോശമാണ് എന്നിങ്ങനെയുള്ള നിങ്ങളുടെ പഴയ വിശ്വാസങ്ങൾ ഇല്ലാതാകും. അതിനു പകരം എനിക്കെന്തും നേടാൻ കഴിയും, എന്റെ സ്വപ്നങ്ങൾ വളരെ വലുതാണ്, അത് ഞാൻ സ്വന്തമാക്കുക തന്നെ ചെയ്യും എന്ന വലിയൊരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ രൂപപ്പെടും. നിങ്ങളുടെ ഉള്ളിലെ ഈ മാറ്റം പ്രപഞ്ചം പെട്ടെന്ന് തന്നെ തിരിച്ചറിയും. കാരണം ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിന്റെ അതേ ഫ്രീക്വൻസിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ പ്രപഞ്ചം നിങ്ങളുടെ ലക്ഷ്യം നേടാൻ ആവശ്യമായ ശരിയായ ആളുകളെയും സാഹചര്യങ്ങളെയും പുതിയ അവസരങ്ങളെയും അറിവുകളെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാൻ തുടങ്ങും. പെട്ടെന്നായിരിക്കും നിങ്ങളെ സഹായിക്കാൻ കഴിയുന്ന ഒരാളെ നിങ്ങൾ യാദൃശ്ചികമായി കണ്ടുമുട്ടുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് വളർത്താൻ സഹായിക്കുന്ന ഒരു പുതിയ ആശയം നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇതെല്ലാം സംഭവിക്കുന്നത് നിങ്ങളുടെ ഫ്രീക്വൻസി മാറിയതുകൊണ്ടാണ്. നിങ്ങളുടെ ഉപബോധ മനസ്സ് ഇപ്പോൾ വിജയത്തിനു വേണ്ടി പ്രോഗ്രാം ചെയ്യപ്പെട്ടിരിക്കുന്നു. അത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള വഴികൾ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു തരും. ഈ വലിയ രഹസ്യം നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പ്രധാനമായും 3 ഘട്ടങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നുപോകേണ്ടത്. ഈ 3 ഘട്ടങ്ങൾ കൃത്യമായി പാലിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായ വിജയം നേടാൻ കഴിയൂ. ഒന്നാമത്തെ ഘട്ടം കാഴ്ചപ്പാട് മാറ്റുക എന്നതാണ്. നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ചുറ്റുപാടിനെക്കുറിച്ചുമുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് പൂർണ്ണമായും മാറ്റുക എന്നതാണ് ആദ്യത്തെ പടി. ലോകം എങ്ങനെയിരിക്കുന്നു എന്നതല്ല, നിങ്ങൾ ലോകത്തെ എങ്ങനെ കാണുന്നു എന്നതാണ് പ്രധാനം. എല്ലാത്തിലും നെഗറ്റീവ് മാത്രം കാണുന്ന ശീലം മാറ്റുക. പരാജയങ്ങളെ പാഠങ്ങളായി കാണാൻ പഠിക്കുക. നിങ്ങളുടെ ഇപ്പോഴത്തെ ബുദ്ധിമുട്ടുകൾ നിങ്ങളെ തളർത്താനുള്ളതല്ല, മറിച്ച് നിങ്ങളെ കൂടുതൽ കരുത്തനാക്കാനുള്ള പ്രപഞ്ചത്തിന്റെ പരിശീലനമാണെന്ന് തിരിച്ചറിയുക. നിങ്ങളെ ഒരു വിജയിയായി, കഴിവുള്ളവനായി സ്വയം കാണാൻ തുടങ്ങുക. നിങ്ങളുടെ കാഴ്ചപ്പാട് മാറുമ്പോൾ ലോകം മുഴുവൻ മാറുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും. രണ്ടാമത്തെ ഘട്ടം ഉറച്ച തീരുമാനമെടുക്കുക. ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണിത്. യാതൊരു സംശയവുമില്ലാതെ എത്ര വലിയ തടസ്സങ്ങൾ വന്നാലും ഞാൻ എന്റെ ലക്ഷ്യത്തിലെത്തുമെന്ന് ഉറച്ച തീരുമാനമെടുക്കുക. പല ആളുകൾക്കും എന്താണ് വേണ്ടത് എന്ന് കൃത്യമായി അറിയില്ല. അവർക്ക് പണക്കാരനാകണമെന്നുണ്ട്, എന്നാൽ എന്തു ചെയ്ത് പണക്കാരനാകണം, എത്ര പണം വേണം എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തതയുമില്ല. നിങ്ങളുടെ ലക്ഷ്യം വളരെ വ്യക്തമായിരിക്കണം. ആ ലക്ഷ്യം സ്വന്തമാക്കും എന്ന കാര്യത്തിൽ നിങ്ങളുടെ മനസ്സിൽ ഒരു തരിമ്പ് പോലും സംശയമുണ്ടാകാൻ പാടില്ല. നിങ്ങളുടെ ലക്ഷ്യം വ്യക്തമായി മനസ്സിലുറപ്പിക്കുക. ആ തീരുമാനം നിങ്ങളുടെ ചിന്തകളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ ഘട്ടം തുടർച്ചയായ കഠിനാധ്വാനം. ശരിയായ ഫ്രീക്വൻസിയിൽ ചിന്തിക്കുന്നതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് വിജയം ലഭിക്കില്ല. ചിന്തകൾക്കൊപ്പം ശക്തമായ പ്രവൃത്തിയും വേണം. ലക്ഷ്യത്തിലെത്താനുള്ള തുടർച്ചയായ കഠിനാധ്വാനമാണ് ഈ ഘട്ടം. വലിയ സ്വപ്നങ്ങൾ കാണുകയും ആ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആവശ്യമായ പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് അടുക്കാൻ സഹായിക്കുന്ന ഓരോ ചെറിയ കാര്യങ്ങളും ദിവസവും ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾ പരാജയപ്പെട്ടേക്കാം, നിങ്ങൾക്ക് ക്ഷീണം തോന്നിയേക്കാം, എന്നാൽ ഒരിക്കലും പിന്മാറരുത്. നിങ്ങളുടെ ചിന്തകൾ ഉയർന്ന ഫ്രീക്വൻസിയിലായിരിക്കുകയും അതിനൊപ്പം നിങ്ങളുടെ പ്രവൃത്തികൾ കൂടി ചേരുകയും ചെയ്യുമ്പോൾ പ്രപഞ്ചത്തിലെ ഒരു ശക്തിക്കും നിങ്ങളെ തടയാൻ കഴിയില്ല. നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ നിങ്ങളുടെ മനസ്സും ചിന്തകളും ആ സ്വപ്നത്തിന്റെ ഫ്രീക്വൻസിയിലേക്ക് ട്യൂൺ ചെയ്ത് പ്രവർത്തിച്ചു തുടങ്ങുക. നിങ്ങൾ തീരുമാനിക്കുന്ന ആ നിമിഷം മുതൽ നിങ്ങളുടെ വിജയം ആരംഭിക്കുകയാണ്. കാലതാമസം കൂടാതെ ആ മാറ്റത്തിനായി നിങ്ങൾ ഇപ്പോൾ തന്നെ തയ്യാറാവുക.